എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് രൂപം കൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി. കോൺഗ്രസും മറ്റു പാർട്ടികളും രാജ്യം ഭരിച്ചിരുന്നപ്പോൾ കടലാസ് പുലിയായിരുന്ന EDയെ പുലിക്കുട്ടിയായി മാറ്റിയത് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുവാനും BJPയിലേക്ക് ചാടിക്കാനുമാണ് കേന്ദ്രം EDയെ ഉപയോഗിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. അതിൽ വസ്തുതയുണ്ടെന്ന് പറയാനാകില്ല. കാരണം ED കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തവരാണ്. അതും അവരുടെ പാർട്ടികൾ അധികാരത്തിലിരുന്ന സമയത്ത്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യാതെ പൊതുപ്രവർത്തകരെ ഒരു ഏജൻസിക്കും കുരുക്കാനാവില്ല. മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ളവർക്കെതിരെയാണ് ED കേസെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുഖ്യധാരാ മാധ്യമങ്ങളോ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കുറെ കാലമായി ഉന്നയിക്കുന്ന ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിലെ ചിലരും ഒത്തുകളിക്കുന്നത് കൊണ്ടാണ് CPM നേതാക്കൾക്കെതിരായ കേസുകൾ കേന്ദ്ര ഏജൻസികൾ ഒതുക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കോഴ, സ്വർണ്ണക്കടത്ത്, മാസപ്പടി കേസുകൾ. അവർക്കുള്ള മറുപടിയാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കും മാസപ്പടി കേസിലെ മറ്റുള്ളവർക്കുമെതിരെയുള്ള ED അന്വേഷണം. ഇത് പിണറായി വിജയന്റെയും മകളുടെയും മാത്രമല്ല, UDFിലെ പല നേതാക്കളുടെയും അടിവേരിളക്കും. രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെ പല നേതാക്കന്മാരുടെ പേരും മാസപ്പടി പട്ടികയിലുണ്ട്. മാത്രമല്ല, കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുക്കണമെന്ന് CMRL EDയെ അറിയിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് സമഗ്രമായി ആ രീതിയിലൊരു അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി കട്ടപ്പുറത്താകും, അല്ലെങ്കിൽ BJPയിൽ ചേരേണ്ടി വരും. അങ്ങനെയെങ്കിൽ പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്കുണ്ടാകും. CPMും BJPയും തമ്മിലുള്ള പരസ്പര സഹകരണം കൊണ്ടാണ് കൊടകര കള്ളപ്പണ കേസിൽ നിന്നും തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിന്നും K. സുരേന്ദ്രനെയും വിദ്വേഷ പ്രസംഗ കേസിൽ രാജീവ് ചന്ദ്രശേഖരനെയും സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരാമയെയും EP ജയരാജന്റെ റിസോർട്ടായ വൈദേഹവും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം. ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്ന പിണറായി വിജയനെയും EPയെയും പാർട്ടി സംരക്ഷിക്കുകയാണ്. ED അന്വേഷണം കാര്യക്ഷമമായാൽ എല്ലാം തവിട് പൊടിയാകും. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം സംജാതമാകും. ഇലക്ഷന് മുമ്പാണെങ്കിൽ അതിൻ്റെ ഗുണം കോൺഗ്രസിനും BJPക്കും ലഭിക്കും. കോൺഗ്രസിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ഷെയർ BJPക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഉരുക്ക് കോട്ടയായ CPMിൽ നിന്നാണ്. പിണറായിയോ മകളെയോ ED അറസ്റ്റ് ചെയ്താൽ അതുണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാകും ഇത്തവണ കേരളത്തിൽ അരങ്ങേറുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള പിണറായി വിജയന് അതിനുശേഷം അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജയിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ജയിലിലാകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിണറായിക്ക് സ്ഥാനമൊഴിയാതെ ജയിലിൽ പോകാൻ കഴിയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം CPM ഒരിക്കലും അതിന് അനുവദിക്കില്ല. ഇനി മരുമകനെ മുഖ്യമന്ത്രിയായി വാഴിച്ചിട്ട് ഒഴിയാമെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനും സാധ്യതയില്ല. അതുകൊണ്ട് EDയുടെ വരവ് ഇടതുമുന്നണിയേക്കാളും CPMനേക്കാളും ഭയക്കേണ്ടത് പിണറായി വിജയനും കുടുംബവുമാണ്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൂടെ സംഭവിച്ചാൽ കാരണഭൂതനും മറ്റു ചില UDF നേതാക്കൾക്കും പൂജപ്പുര സെൻട്രൽ ജയിലിൽ സ്ഥിരമായി പായും തലയിടും ഒരുക്കുന്നതായിരിക്കും നല്ലത്. EDയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. മുന്നണികളിലും പാർട്ടികളിലും ആ മാറ്റം കാണാനാകും. BJPക്കുള്ളിലും പ്രശ്നങ്ങളുണ്ടാകും. പണ്ട് മുതലേ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന CKP പത്മനാഭനെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ അതൃപ്തി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ വന്നവർക്ക് സ്ഥാനമാനങ്ങളും വർഷങ്ങളായി ഒപ്പം നിൽക്കുന്നവരെ തഴയുകയും ചെയ്യുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് 2 സീറ്റ് ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രവചിച്ചതും.